സതീശന്റെ നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചു. LDF-ഉം NDA-യും പരാതി നൽകിയതോടെയാണ് മാറ്റിവെച്ചത്. യഥാർത്ഥ വരുമാനം പത്രികയിൽ കാണിച്ചില്ല എന്നാണ് പരാതി. VD സതീശന്റെ വിശദീകരണം കൂടി കേട്ട ശേഷം സൂക്ഷ്മ പരിശോധന നടത്തും. വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുകയാണ്. റഹീം, രാജീവ് ചന്ദ്രശേഖറുടെ നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ VD സതീശന്റെയും മാറ്റിവെച്ചിരിക്കുന്ന ഇതൊരു സ്വാഭാവിക നടപടിയാണോ? ഇതിൽ VD സതീശന്റെ മറുപടി വിശദീകരണം ഏതു തരത്തിലായിരിക്കും? വിവരങ്ങൾ. സ്വാതി, ഇന്ന് സൂക്ഷ്മ പരിശോധനകൾ നടക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ പറവൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള VD സതീശന്റെ പത്രികയിൽ ചില വ്യക്തത വേണം എന്നതിൽ സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക പരിഗണിക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നത് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. പ്രധാനമായും 3 പരാതികളാണ് LDF-ന്റെയും അതോടൊപ്പം തന്നെ NDA-യുടെയും ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അദ്ദേഹത്തിന്റെ വരുമാനം സംബന്ധിച്ച്, അതായത് അഭിഭാഷകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വരുമാനത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം ആ പത്രികയിൽ നൽകിയിട്ടില്ല. മറ്റൊന്ന്, അദ്ദേഹം ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനത്തിന് ചില പിഴകളുണ്ട്. ആ പിഴകൾ അടച്ചതും അതിന് എത്രമാത്രം പിഴകൾ ഡ്യൂ ഉണ്ട് അതിനെ സംബന്ധിച്ചുമുള്ള വിവരങ്ങളില്ല. കൂടാതെ അദ്ദേഹത്തിന്റെ സ്വർണം, അദ്ദേഹം ഉപയോഗിക്കുന്ന സ്വർണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പത്രികയിലില്ല എന്നുള്ളതാണ് നിലവിൽ ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ പത്രിക പരിഗണിക്കുന്ന സൂക്ഷ്മ പരിശോധന നടത്തുന്നത് നിലവിൽ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കൂടി വിശദീകരണം ഈ കാര്യത്തിൽ എന്താണ് എന്നത് അറിഞ്ഞതിന് ശേഷമായിരിക്കും പത്രിക പരിഗണിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇത് ഏതെങ്കിലും തരത്തിലൊരു ആശങ്കയില്ല എന്നുള്ളതാണ് UDF ക്യാമ്പ് അല്ലെങ്കിൽ UDF നേതൃത്വം പ്രതികരിക്കുന്നത്. സാധാരണയായി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സാങ്കേതികമായ ചില വീഴ്ചകൾ അല്ലെങ്കിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ആശങ്കയ്ക്ക് വകയില്ല എന്ന ആത്മവിശ്വാസമാണ് നിലവിൽ UDF ക്യാമ്പിൽ നിന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഏതായാലും നിലവിൽ 3 മണിക്ക് അദ്ദേഹത്തിന്റെ വിശദീകരണം കേൾക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടി കേട്ടതിന് ശേഷമായിരിക്കും VD സതീശന്റെ പത്രിക പരിഗണിക്കാൻ സൂക്ഷ്മ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടത്തുക എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. സ്വാതി.